കേരളത്തിലെ അവയവ കച്ചവട ഹബ്ബായ ലേക്ക് ഷോർ ആശുപത്രിയിൽ ന്യൂസ് മലയാളം വാർത്താ സംഘത്തിന്റെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ ആദ്യം കാണാം. മെയ് 2-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കെടുത്ത ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതിനോടകം 300ഓളം അവയവ കച്ചവടം നടത്തിയ ഇടനിലക്കാരനായ ഷാജിയെയും ഷൈനെയുമാണ്. കോട്ടയം സ്വദേശിയുടെ അവയവം വിൽക്കുന്നതിന്റെ രേഖകളുമായാണ് ഇടനിലക്കാർ നിർലോഭം സഞ്ചരിക്കുന്നത്. ഡോക്ടറെ കാണുന്നതിന് മറ്റു രോഗികൾ കാത്തിരിക്കുമ്പോൾ ഇടനിലക്കാർക്ക് പ്രത്യേക പരിഗണനയുണ്ട്. ഇവർക്ക് ആശുപത്രിയിലെ ഏത് വിഭാഗത്തിലേക്കും അനായാസം കയറിച്ചെല്ലാം. ഒരു ആതുരാലയത്തിൽ നടക്കുന്ന നിയമവിരുദ്ധ കച്ചവടത്തിന്റെയും ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ സഹായിക്കുന്ന ആശുപത്രി ജീവനക്കാരെയും ഇടനിലക്കാർ ഞങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. മീനെ പറഞ്ഞിട്ടെങ്കിൽ നീ ഒരു ദിവസം എത്ര ഫയൽ അവർ കറക്റ്റ് ചെയ്യേണ്ടെന്ന് അറിയാം. കമ്മിറ്റി എങ്ങാനും പൊട്ടി അപ്പം പിടിക്കുന്നത് മീനല്ല. അവിടെ നടക്കണ എല്ലാം ഇങ്ങനെയാണെന്ന് അറിയാം. യാതൊരു വിഷയമൊന്നുമില്ല. മീനതൊക്കെ നമുക്ക് കയറിച്ചല്ല. ഞങ്ങൾക്കാണെങ്കിലും കയറി ചെന്ന് ആ ഒരു താഴ്മയിൽ നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ടെസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ CTയും DSയും DTPയും ഒന്ന് ശരിയായി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മിറ്റി കൗൺസിലിംഗ് ഒന്നും ഒരു വിഷയമല്ല. 3 ടൈമായിട്ടാണ് പൈസ മേടിക്കുന്നത്. ഫസ്റ്റ് അഡ്വാൻസ് പേയ്മെൻ്റ് ഉണ്ട്. അതത്ര 2 3 എങ്ങാണ്ടാണ് 2. അത് നിങ്ങൾ അക്കൗണ്ടിലേക്ക് പേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ വരുമ്പോൾ തന്നാലും മതി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടം പോലെ. അത് കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞ് ക്രോസ് മാച്ച് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഈ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് 3 ലക്ഷം രൂപ, മൊത്തം 5 ലക്ഷമായി. പിന്നെ സർജറിയുടെ തലേ ദിവസം, സർജറി 10-ാം തീയതി ആണെങ്കിൽ സർജറിയുടെ തലേ ദിവസം 9-ാം തീയതി വൈകിട്ട് ഒരു 6 മണിക്ക് മുമ്പായിട്ട് ബാക്കി എമൗണ്ട്. ഇതെല്ലാം ക്യാഷായി. അവയവക്കടത്തിലെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്ന കേന്ദ്രങ്ങളും ആശുപത്രികളാണ്. ആലപ്പുഴ പാണാവള്ളി സ്വദേശിക്ക് അവയവമാറ്റത്തിന് മുൻപ് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ വെച്ച് പണം കൈമാറുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. എല്ലാം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം ക്ലിയർ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ സങ്കടപ്പെടേണ്ട ഒന്നും നോക്കാം. ടെൻഷൻ നല്ലപോലെ നമ്മൾ പണം കൈമാറിയത് സംബന്ധിച്ച വിവരങ്ങളും ഇടനിലക്കാരൻ ഷൈൻ വ്യക്തമാക്കും. കമ്മീഷൻ്റെ ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത്. ഈ ഡോണിനെ കൊണ്ടുവന്നിരിക്കുന്നവർക്ക് കമ്മീഷൻ 1 ലക്ഷം രൂപ കൊടുക്കണമെന്നുള്ളൊരിതുണ്ട്. അപ്പം ഓൾറെഡി ദർശനയ്ക്ക് ഷായിച്ചിട്ട് മുൻകൂട്ടി എല്ലാ പണവും സെറ്റിൽ ചെയ്തിട്ട് പേപ്പറൊക്കെ എഴുതി ഒപ്പിട്ട് പേപ്പറൊക്കെ ഉണ്ട്. ഞാൻ പൈസ കൊടുക്കാൻ പോകും. പൈസ കൊടുക്കാൻ ശല്യം പോയി. അതിനകത്തൊരു ഒരു രൂപ കുറച്ചാണ് വെച്ചേക്കുന്നത് ഈ കമ്മീഷൻ പുറമെ. ഡോണിക്കുള്ള 9 ഉണ്ട്. പൈസയുടെ ഞാൻ ചെന്ന് വെച്ചു. അപ്പോൾ അവർ ക്യാമറയും പിടിച്ചിട്ടുണ്ടെന്ന് വെച്ചു എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ ആരും ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് പൈസ കൊടുക്കാൻ പറ്റില്ല, നടത്തൂല, ഞങ്ങൾ ഇറങ്ങിപ്പോകും. പുള്ളിനെ വിളിച്ച് കാര്യമില്ല, എന്നാൽ പിന്നെ നടക്കണ്ട, നീ ഇറങ്ങി വരാൻ. ഞാൻ താഴോട്ട് വേണ്ടി പോകും. എന്നിട്ട് ഞാൻ ഈ ചേച്ചിയെ വിളിച്ചു, ചേച്ചി ഒരു ചേച്ചിയുടെ വീട്ടില്ലേ, അത് നിങ്ങൾ എന്താണ് ഇതിന് 50,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇതാക്കുന്നത്, ഞാൻ എങ്ങനെയും പറഞ്ഞ് മേടിച്ച് തരാമെന്ന് ഞാൻ പറഞ്ഞു. അവസാനം പറഞ്ഞ് വിളിച്ച് മെയിലും ഫോട്ടോ ഇട്ട് കൊടുത്ത് മറ്റേ തിലകൻ എന്ന് പറഞ്ഞ ആൾ കിടന്നിട്ട് ഭയങ്കര ഷോ ഒക്കെ കാണിച്ച് ഭയങ്കര നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായി. അവസാനം പെൻഷനിൻ്റെ ആരെ വിളിച്ച് വരുത്തി. ആള് എന്നിട്ട് നമുക്ക് തരാം, ഇപ്പം എൻ്റെ പൈസ ഇല്ല, പിന്നീട് നോക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത്. അവസാനം 50 രൂപ തരാമെന്ന് പറഞ്ഞ് ഓക്കെ. സൂക്ഷ്മമായ നിയമ സംവിധാനത്തിലൂടെയാണ് രാജ്യത്ത് അവയവമാറ്റ സർജറികൾ നടക്കേണ്ടത്. അത്തരം സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഷാജിയെ പോലുള്ള ഇടനിലക്കാർ വിഹരിക്കുന്നതും. നിയമ സംവിധാനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി പണം കൈപ്പറ്റി വലിയ ഒരു മാഫിയ തന്നെ അവയവ കച്ചവടത്തിനായി കേരളത്തിൽ നിലനിൽക്കുന്നു. ഇതിന് ആശുപത്രികളും ഡോക്ടർമാരും ജീവനക്കാരും കൂട്ടുനിൽക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യത കൂടിയാണ്. റാഫി കരീമിനൊപ്പം കൃഷ്ണപ്രിയ, ന്യൂസ് മലയാളം 24/7.